ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ന്യൂട്ടൻ്റെ 3 ലോസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ് മൂന്നാമത്തെ ലോ ആയിട്ടുള്ള ഇത്. അതായത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മറ്റൊരു ലോയിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. മറ്റൊരു ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ലീഡ് ചെയ്യുന്നത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയിലേക്കാണ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവ് ചെയ്യുക, അതായത് അൺചേഞ്ച്ഡ്, ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക, അതാണ് കൺസർവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൊമെൻറ്റമാണ് കൺസർവ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ മൊമെൻറ്റം എങ്ങനെയാണ് കൺസർവ്ഡ് ആവുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക, അതാണ് കൺസർവ്ഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആവുക. അപ്പോൾ ഏത് അവസരത്തിലാണ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവുക, എങ്ങനെയാണ് അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതെന്നാണ് ഈ ലോയിൽ പറയുന്നത്. അതായത് ലോ പറയുന്നത് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഇനി എന്താണ് ഈ കൊളീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ബോഡീസാണ്. അത് ഒന്നിലധികം ബോഡീസ്, എ ഗ്രൂപ്പ് ഓഫ് ബോഡീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒന്നിലധികം വരുന്ന ഈ ബോഡീസ് പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു കൊളീഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുക. അപ്പോൾ ഒരു വസ്തു വന്നിട്ട് മറ്റൊരു വസ്തുവിൽ കൂട്ടിയിടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിയിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആവും. അതിന് ഒരു രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അപ്പോൾ ഈ വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന് മുമ്പേ ആ വസ്തുക്കളുടെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ നടന്നതിന് ശേഷം ഉള്ള മൊമെൻറ്റത്തിനോട് ഈക്വൽ ആയിരിക്കും. അതായത് കൊളീഷന് മുമ്പ് ആ വസ്തുക്കളുടെ ടോട്ടൽ മൊമെൻറ്റം എന്താണോ അത് തന്നെയായിരിക്കും വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിച്ചതിന് ശേഷവും ആ വസ്തുക്കളുടെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് അവിടെ മൊമെൻറ്റം എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, മൊമെൻറ്റം റിമൈൻസ് കൺസേർവ്ഡ്. അത് മറ്റൊരു രൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ടോട്ടൽ മൊമെൻറ്റം റിമൈൻസ് കൺസേർവ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യരുത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ആ വസ്തുക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് പുറത്തുനിന്ന് ഫോഴ്സ് അല്ല, ആ വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവും എന്നാണ് ഈ ലോ പറയുന്നത്. രണ്ടും ഒരേ ഇത് തന്നെയാണ്, രണ്ട് വ്യത്യസ്ത രീതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അത് കൊളീഷൻ നടക്കുന്നതിന് മുമ്പുള്ള വസ്തുക്കളുടെ ടോട്ടൽ മൊമെൻറ്റം തന്നെയാണ് കൊളീഷൻ നടന്നതിന് ശേഷവും ഉണ്ടാകുന്ന ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ദ ടോട്ടൽ മൊമെൻറ്റം റിമൈൻസ് കൺസർവ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിലായിരിക്കണം. ഒരു കണ്ടീഷനാണ് ഈ മൊമെൻറ്റം ഇങ്ങനെ കൺസർവ്ഡ് ആവണമെങ്കിൽ, കോൺസ്റ്റൻ്റായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബോഡീസിൻ്റെ, ഗ്രൂപ്പ് ഓഫ് കൊളൈഡിങ് ബോഡീസ്, കൂട്ടിയിടിക്കുന്ന ഒന്നിലധികം വസ്തുക്കളുടെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് റിമൈൻസ് കൺസർവ്ഡ്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പ്രൂവ് ചെയ്യണം. ഈ ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ഡെപിക്റ്റ് ചെയ്ത ഒരു പിക്ചർ നമുക്ക് നോക്കാം. അവിടെ രണ്ട് ബോഡീസ് കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു ബോഡിയും ബി എന്ന് പറയുന്ന ഒരു
ബോഡിയും. അപ്പോൾ എയുടെ വലിപ്പം കൂടുതലാണ്, ബി വലിപ്പം കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് എ എന്ന് പറയുന്ന ബോഡിയുടെ മാസ്സാണ് M1, ബി എന്ന് പറയുന്ന ബോഡിയുടെ മാസ്സാണ് M2. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് ബിഫോർ കൊളീഷൻ. അപ്പോൾ കൊളീഷന് മുമ്പ്, കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് എ എന്ന് പറയുന്ന ബോഡിയുടെ മാസ് M1 ആണ്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് U1 എന്ന് അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളത്. U1 അത് ഇനീഷ്യൽ വെലോസിറ്റി. U എന്ന ലെറ്റർ കാണിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റീനെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള എയുടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയാണ് U1. അതേപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് U2. അപ്പോൾ എ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1ഉം U2 ആണ്. എയുടെ മാസ് M1, ബിയുടെ മാസ് M2. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, എ ആണ് ഒന്നാമത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് M1ഉം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1ഉം. അതുപോലെ ബി ആണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ്, ബിയുടെ മാസ് M2ഉം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U2. ദെൻ അടുത്തത് എന്താണ്? ഡ്യൂറിങ് കൊളീഷൻ. അതായത് കൊളീഷൻ നടക്കുകയാണ്, എ വന്നിട്ട് ബിയിൽ വന്ന് കൂട്ടിയിടിക്കുകയാണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, U1 വെരി വെരി ഗ്രേറ്റർ ദാൻ U2. അത് നമ്മൾ പ്രൂഫിൽ എഴുതും. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് കുറച്ച് കൂടുതൽ വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് U1 കൂടുതലാണ്, U2വിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എ വന്നിട്ട് ബിയിൽ കൂട്ടിയിടിക്കും. എ വന്ന് ബിയിലെ ഇടിക്കുകയാണ്. അപ്പോൾ ആ കൊളീഷൻ്റെ സമയത്ത് എ വന്ന് ബിയിലേക്ക് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ FAB എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്നു. അതാണ് FAB എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ളത്. FAB അതായത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതാണ് FAB, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി. എ ബിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് FAB എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എ വന്ന് ബീനെ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് പറ്റും? എ ആണ് ബിയിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് എന്താണ്? ബി അതേപോലെ ഒരു ഈക്വൽ ആയിട്ടുള്ളതും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും ഒരു ഫോഴ്സ് തിരിച്ച് എയിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എയിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ അവിടെ FBA എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. FBA എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് FBA. അപ്പോൾ തെറ്റിപ്പോരുത്, മാസിന് വ്യത്യാസമൊന്നും വരില്ല. കൊളീഷൻ നടന്നാലും മാസ് അതേപോലെ തന്നെ നടക്കും, മാസ് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സാണ് കൊളീഷൻ നടക്കുന്ന, കൂട്ടിയിടിക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് FAB. അതുപോലെ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് അപ്പോൾ എന്താവും? എ വന്ന് ബിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ബി അതേപോലെ ഒരു തിരിച്ചൊരു ഫോഴ്സ് എയിലേക്കും കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സാണ് FBA. ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ദെൻ ആഫ്റ്റർ കൊളീഷൻ എന്താണ്? ശേഷം മാസിന് ചേഞ്ച് ഒന്നുമില്ല. ദേ ആർ മൂവിങ് വിത്ത് വെലോസിറ്റി V1 ആൻഡ് V2. V1 എന്ന് പറയുന്ന ഈ ഒബ്ജക്ട്സ് കൂട്ടിയിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? വീണ്ടും വെലോസിറ്റിയോട് കൂടിയിട്ട് മൂവ് ചെയ്യാണ്. ആ വെലോസിറ്റിയാണ് V1ഉം V2ഉം. അതായത് V1 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയും V2 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി മാറി. ഇപ്പോൾ കൂട്ടിയിടിച്ചതിന് ശേഷം ഫൈനൽ വെലോസിറ്റി V ആയിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V2. മാസിന് ചേഞ്ച് ഒന്നുമില്ല, M1 തന്നെയാണ് M2. എയുടെയും ബിയുടെയും മാസ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഈ ഒരു പിക്ചറിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അതായത് രണ്ട് ഒബ്ജക്ട്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റീസ് U1 ആൻഡ് U2. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് M1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് M2. ഒന്നാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി U1, രണ്ടാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി U2. ദെൻ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് U1 ഗ്രേറ്റർ ദാൻ U2. ഇത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി രണ്ടാമത്തതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? ഒന്നാമത്തെ ഒബ്ജക്റ്റ് വന്ന് രണ്ടാമത്തേൽ കൂട്ടിയിടിക്കും. അതാണ് കൊളീഷൻ. അപ്പോൾ അവിടെ ഡ്യൂറിങ് കൊളീഷൻ എന്നുള്ള ഭാഗം നോക്കുക. അപ്പോൾ കൊളീഷൻ്റെ സമയത്ത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റ്
ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതാണ് FAB. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റ് അതിനോട് ഈക്വൽ ആയതും എന്നാൽ ഓപ്പോസിറ്റ് ആയതുമായിട്ടുള്ള ഒരു ഫോഴ്സ് തിരിച്ച് അപ്ലൈ ചെയ്യും. അതാണ് FBA. അതായത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ തിരിച്ച് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അതാണ് FBA. ദെൻ കൊളീഷന് ശേഷം രണ്ട് ഒബ്ജക്റ്റും വീണ്ടും മൂവ് ചെയ്യാണ് വിത്ത് വെലോസിറ്റീസ് V1 ആൻഡ് V2. അപ്പോൾ കൊളീഷൻ നടന്നാലും മാസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അവിടെ മാസ് M1 M2 തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V1 ആയിട്ട് മാറി, രണ്ടാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2 എന്നായിട്ടും മാറി. ഇത് നമുക്ക് എന്താണ് ഇതിൽ പ്രൂവ് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന രണ്ട് കണ്ടീഷനാണ്. ലെറ്റ് U1 വെരി വെരി ഗ്രേറ്റർ ദാൻ U2. U1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെതിനേക്കാളും കൂടുതലാണ്. ദെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡീസ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ബോഡീസിൽ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ മാത്രമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വാലിഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നത്. ദെൻ T ബി ദ ടൈം ഓഫ് കൊളീഷൻ. കൊളീഷൻ നടക്കുന്ന ടൈമാണ് T എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ FAB എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി A ഓൺ B. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അതുപോലെ തിരിച്ച് FBA. BA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി B ഓൺ A. B എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ആദ്യത്തെ ലെറ്റർ നോക്കിയാൽ മതി. FAB ആണെങ്കിൽ A Bയിൽ, FBA ആണെങ്കിൽ B Aയിൽ. ദെൻ നമ്മുടെ സെക്കൻഡ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, F ഈക്വൽ ടു MA. അതാണ് സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോഴ്സ് ഈക്വൽ ടു MA, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ രണ്ട് ഫോഴ്സും എഴുതാണ്. FAB എന്താണ്? എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ബി രണ്ടാമത്തെ ഒബ്ജക്റ്റാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ഒന്നാമത്തെ ഒബ്ജക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിനാണ് ഫോഴ്സ് കിട്ടുന്നത്. എ വന്ന് ബിയിലേക്ക് കൂട്ടിയിടിക്കുകയാണ്. അപ്പോൾ ബിയിനാണ് ഫോഴ്സ് കിട്ടുന്നത്. ആഘാതം ഏൽക്കുന്നത് എവിടെയാണ്? ബിക്കാണ്. ബിയിനാണ് ആക്സലറേഷൻ കിട്ടുന്നത്. എ കൊടുക്കുന്ന ഫോഴ്സ് കാരണം അവിടെ ആക്സലറേഷൻ കിട്ടുന്നത് ബിയിലാണ്. ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസും ആക്സിലറേഷനുമാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് M2, രണ്ടാമത്തത് കാണിച്ചിട്ടുള്ള M2 ഇൻറ്റു ആക്സിലറേഷൻ. രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. V മൈനസ് U ബൈ T എന്നാണ് ഇക്വേഷൻ. അതനുസരിച്ചിട്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ V2 മൈനസ് U2 ബൈ T. സംശയമുള്ളവർ ആക്സിലറേഷൻ എന്നുള്ള ഭാഗം എടുത്ത് നോക്കുക പ്രീവിയസ് ക്ലാസ്സസിൽ. അപ്പോൾ M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ T. എങ്ങനെയാണ് ആക്സിലറേഷൻ അങ്ങനെ വന്നത് എന്നുള്ളത്. ദെൻ FBA എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന ഒബ്ജക്റ്റ് തിരിച്ച് എയിലേക്ക് കൊടുക്കുന്നതാണ്. ബി ആണ് എയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എനാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. ബി ഫോഴ്സ് കൊടുക്കുന്ന ആളും എ ആക്സിലറേഷൻ കിട്ടുന്ന ആളുമാണ്. ബി കൊടുക്കുന്ന ഫോഴ്സ് കാരണം എക്കാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. അപ്പോൾ FBA എന്തെഴുതും? എൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. എൻ്റെ മാസ്, അതായത് M1 ഇൻറ്റു V1 മൈനസ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ V1 മൈനസ് U1 ബൈ T. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും FAB എന്ന് പറഞ്ഞാൽ എ ബിയിലേക്ക് കൊടുക്കുന്നു, എ ബിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം ആക്സലറേഷൻ കിട്ടുന്നത് ബിനാണ്. ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ്. അതുകൊണ്ടാണ് M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ T എന്ന് എഴുതിയത്. അടുത്ത ഇക്വേഷൻ FBA, അതായത് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എയിനാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ബി കൊടുക്കുന്ന ഫോഴ്സ് കാരണം എക്കാണ് ആക്സലറേഷൻ കിട്ടുക. അതുകൊണ്ടാണ് എയുടെ ഡാറ്റാസ് നമ്മൾ എഴുതുന്നത് M1 ഇൻറ്റു V1 മൈനസ് U1 ബൈ T. ഈ രണ്ട് ഇക്വേഷനും എഴുതി കഴിഞ്ഞാൽ ദെൻ നമ്മുടെ തേർഡ് ലോ അനുസരിച്ചിട്ട് എന്താണ്?
എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ. അതായത് എ ഒബ്ജക്റ്റ് ബിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എയിലേക്കും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈക്വൽ ആയതും ഓപ്പോസിറ്റ് ആയതും, ഈക്വലാണ് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് സൈൻ കൊടുത്തിട്ടുള്ളത്. എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ. മൈനസ് കൊടുക്കാൻ കാരണം രണ്ട് ഫോഴ്സും ഈക്വലാണ് പക്ഷേ ഓപ്പോസിറ്റാണ്. ദെൻ രണ്ട് ഇക്വേഷൻ നമ്മൾ എഫ് എ ബിയും എഫ് ബി എയും നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് രണ്ടും കൊടുക്കുക. എഫ് എ ബി എന്ന് പറഞ്ഞാൽ m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ടി ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. ദെൻ അവിടെ ബൈ ടി ആണ്. രണ്ട് ഇക്വേഷനിലും ബൈ ടി വന്നത് കാരണം അത് രണ്ടും ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ടി എന്നുള്ള ടേം 0 ആയി. ബാക്കി എന്താണ്? m2 ഇൻറ്റു v2 മൈനസ് u2 ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തുള്ള m2 എന്നുള്ള ടേം കൊണ്ട് ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റിനകത്തെ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് m2 v2 മൈനസ് m2 u2 ഈക്വൽ ടു മൈനസ് m1 v1 മൈനസ് m1 ഇൻറ്റു മൈനസ് u1 ആകുമ്പോൾ പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അതുകൊണ്ട് പ്ലസ് m1 u1. അപ്പോൾ എന്ത് കിട്ടി? m2 v2 മൈനസ് m2 u2 ഈക്വൽ ടു മൈനസ് m1 v1 പ്ലസ് m1 u1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാണ്. അതായത് കൊളീഷന് മുമ്പുള്ള ടേംസ് ഏതൊക്കെയാണ്? m1ഉം m2ഉം u1ഉം u2 ആണ്. കൊളീഷന് മുമ്പുള്ള ആകെ അവിടെ ചേഞ്ച് വരുന്നത് വെലോസിറ്റി മാത്രമാണ്. u1 v1 ആയിട്ട് മാറും, u2 v2 ആയിട്ട് മാറും. അപ്പോൾ ആ കൊളീഷന് മുമ്പുള്ള ടേംസിനെയൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? m1 u1 പ്ലസ് m2 u2. ഫൈനൽ ഇക്വേഷനാണ് ഞാൻ പറയുന്നത്. m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഇത് m1 u1 പ്ലസ് m2 u2 എന്താണ്? ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. m1 u1 എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, മാസ് ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ മൊമെൻറ്റമാണ് mv. ഇവിടെ വെലോസിറ്റി u ആണ്, അതുകൊണ്ട് mu എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റ് പ്ലസ് m2 u2 രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ m1 u1 പ്ലസ് m2 u2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു m1 v1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷന് ശേഷമാണ്, പ്ലസ് m2 v2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു എന്ത് കിട്ടി? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് കിട്ടി. അപ്പോൾ കൊളീഷൻ നടന്നാലും വസ്തുക്കളുടെ ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മൊമെൻറ്റത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. കൊളീഷന് മുമ്പുള്ള അതേ മൊമെൻറ്റം തന്നെയാണ് കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റം. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യുക, എഴുതി നോക്കുക. പിന്നെ ഇതിൽ ആകെ പറയുന്നത് ഒരു റീഅറേഞ്ച് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമാണ്, അത്രേ ഇതിൽ പ്രയാസമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ഒബ്ജക്ട്സ് മൂവ് ചെയ്യാണ് വിത്ത് വെലോസിറ്റീസ് u1 ആൻഡ് u2. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് m1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് m2. അത് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതാണ് FEAB. തിരിച്ച് അതേപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതാണ് FBA. ദെൻ കൊളീഷന് ശേഷം ആ ഒബ്ജക്ട്സ് മൂവ് ചെയ്യാണ് വിത്ത് വെലോസിറ്റീസ് v1 ആൻഡ് v2. ഇപ്പോൾ മാസിന് വ്യത്യാസം വരില്ല, m1 m2 തന്നെ, പക്ഷേ വെലോസിറ്റി വ്യത്യാസം വരുന്നു, v1ഉം v2 ആയിട്ട് ചേഞ്ച് ആവുന്നു.
ദെൻ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് u1 വെരി വെരി ഗ്രേറ്റർ ദാൻ u2. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി രണ്ടാമത്തെ ഒബ്ജക്റ്റിനേക്കാളും കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റ് വന്ന് രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ കൂട്ടിയിടിക്കും. പിന്നെ ഒരു കണ്ടീഷൻ, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡീസ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ദെൻ ടി ബി ദ ടൈം ഓഫ് കൊളീഷൻ്റെ ടൈമാണ് ടി. അങ്ങനെയാണെങ്കിൽ FAB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി എ ഓൺ ബി. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സാണ് FAB. FBA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി ബി ഓൺ എ. അതായത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് എ ആണ്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ബി ആണ്. ദെൻ നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് F ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, F ഈക്വൽ ടു ma. അവിടെ FAB എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിനാണ് അവിടെ ആക്സലറേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ FAB ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ടി. അതേപോലെ FBA എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിനാണ് ആക്സലറേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. ദെൻ തേർഡ് ലോ അനുസരിച്ചിട്ട് FAB ഈക്വൽ ടു മൈനസ് FBA ആണ്. ഈ ഫോഴ്സസ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് കൊടുക്കുന്ന ഫോഴ്സും രണ്ടാമത്തെ ഒബ്ജക്റ്റ് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് FAB ഈക്വൽ ടു മൈനസ് FBA എന്ന് എഴുതുന്നത്. അപ്പോൾ FABക്കും FBAക്കും ഇക്വേഷൻ കൊടുക്കുക. m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ടി ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. ദെൻ ബൈ ടി രണ്ട് ഇക്വേഷൻ്റെയും ഭാഗത്ത് ഡിവൈഡഡ് ബൈ ടി ആണ് ഉള്ളത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി m2 ഇൻറ്റു v2 മൈനസ് u2 ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1. ഇനി ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക പുറത്തുള്ള m2 കൊണ്ടും m1 കൊണ്ടും. അപ്പോൾ എന്ത് വരും? m2 ഇൻറ്റു v2 മൈനസ് m2 ഇൻറ്റു u2 ഈക്വൽ ടു മൈനസ് m1 v1 പ്ലസ് m1 u1. ഇനി ഇവിടെ കൊളീഷന് മുമ്പുള്ള ടേംസ്, അതായത് u1ഉം u2ഉം വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുക. m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള ടേംസ്, അതായത് v1ഉം v2ഉം വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതുക. m1 v1 പ്ലസ് m2 v2. ഇതിൽ m1 u1 പ്ലസ് m2 u2 എന്ന് പറഞ്ഞാൽ ആ രണ്ട് ബോഡീസിൻ്റെയും കൂടി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. ദെൻ m1 v1 പ്ലസ് m2 v2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം.